അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്തിട്ടും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നും മറുപടി ലഭിക്കുവാത്തത്? ഞാൻ ഉദ്ദേശിച്ച കാര്യം, അതല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് മാറ്റിത്തരുവാത്തത് എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ച് നമ്മുടെ ഈമാനിനെ പോലും നമ്മുടെ വിശ്വാസത്തെ പോലും ദുർബലപ്പെടുത്തുന്നവരായിരിക്കും നാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് അറിയാം നമുക്ക് എപ്പോഴാണ് എന്തൊക്കെ ആവശ്യമുള്ളത്, നമ്മൾ ദുആ ചെയ്യുന്നത് എപ്പോൾ തരണം, അതല്ലെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ളതാണോ എന്നൊക്കെ. അതിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകുകയും ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ വരുംകാല ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് റബ്ബ് സുബ്ഹാനഹു തആല. അവൻക്ക് അറിയാം നമുക്ക് എന്ത് എപ്പോൾ നൽകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. നമുക്ക് ഏറ്റവും അനുയോജ്യമായത് മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യം പൂവണിയുന്നില്ല, ആഗ്രഹിച്ച കാര്യം നിറവേറുന്നില്ല എന്നൊക്കെ കരുതി ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുന്നത് നിർത്തരുത്. ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ പരലോകത്ത് വെച്ചെങ്കിലും നിങ്ങളുടെ ദുആക്കുള്ള പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു തആല തന്നിരിക്കും. ദുആ ചെയ്യുന്ന ഒരു വ്യക്തി എന്തെല്ലാം ഉദ്ദേശം വെച്ചാണോ അയാൾ ദുആ ചെയ്യുന്നത്, ആ ഉദ്ദേശം ഉറപ്പായും റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റവും ഹൈറായ സമയത്ത് ഏറ്റവും ഹൈറായ രീതിയിൽ എനിക്ക് നേടിത്തരുമെന്ന ദൃഢവിശ്വാസം അയാളിലുണ്ടായിരിക്കണം. അതായത് അല്ലാഹുവിൽ പൂർണ്ണമായി തവക്കുൽ ചെയ്യണം എന്ന്. എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. ദുആ ചെയ്യുവാൻ വേണ്ടി മാത്രം അല്ലാഹു സുബ്ഹാനഹു തആലയോട് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. 5 വക്ത് നിസ്കാരം അതിൻ്റെ സമയത്തിൽ തന്നെ നിസ്കരിക്കുക. ഈ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മുടെ സന്തോഷമാണെങ്കിലും നമ്മുടെ പ്രയാസമാണെങ്കിലും സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലാഹുവിനോട് ഷെയർ ചെയ്യുക. നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായി റബ്ബ് സുബ്ഹാനഹു തആലയെ കൂട്ടുകൂടുക. കാരണം ഭാരമേൽപ്പിക്കാൻ അവനേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരാളും ഇല്ലല്ലോ. നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കുവാൻ തവക്കുൽ ചെയ്ത് റബ്ബ് സുബ്ഹാനഹു തആലയെ കൂട്ടുകൂടുക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കാരണം നമ്മുടെ സന്തോഷത്തിൽ ആർക്കും മറ്റുള്ളവർക്ക് ഒരു കണ്ണുകടിയുണ്ടാകാം, നമ്മുടെ വിജയത്തിൽ ഒരു കണ്ണുകടിയുണ്ടാകാം. എന്നാൽ നമ്മുടെ യജമാനന് നമ്മളോട് അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു തോട്ട്സോ ഉണ്ടാവുകയില്ല. ദുആ ചെയ്യുന്നതിന് മുന്നെയായി, അതായത് നമ്മുടെ ആവശ്യം നിറവേറ്റുവാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു തആലയുടെ മുന്നിൽ കൈനീട്ടുന്നതിന് മുന്നെയായി നമ്മുടെ പാപക്കറകൾ നമ്മൾ കഴുകിക്കളയണം. എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞ് അതിന് പൊറുക്കലിനെ തേടണം. ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന ദൃഢവിശ്വാസത്തിൽ ദൃഢ ഉറപ്പോടുകൂടി റബ്ബ് സുബ്ഹാനഹു തആലയോട് പൊറുക്കലിനെ തേടുക. അതായത് തൗബ ചെയ്യുക. തൗബ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ദുആ ചെയ്യാൻ നിൽക്കുക. അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അവരോട് ബന്ധം സ്ഥാപിക്കുക, കുടുംബ ബന്ധങ്ങൾ പുലർത്തുക. ഉമ്മയോടാണെങ്കിലും ഉപ്പയോടാണെങ്കിലും അവരോടൊക്കെ നമ്മൾ എന്തെങ്കിലും നീചമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ പൊറുക്കലിനെ ചോദിക്കുക. അവരോട് പൊരുത്തപ്പെട്ടതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു തആലയോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. ആരോടെങ്കിലും നിങ്ങൾ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് സലാം ചൊല്ലി നിങ്ങളായിട്ട് മുൻകൈയെടുത്ത് എന്ത് തെറ്റ് പറ്റിയതാണെങ്കിലും അതെല്ലാം പറഞ്ഞ് പരിഹരിച്ച് ബന്ധം സ്ഥാപിക്കുക. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്.
നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ പിണങ്ങി നിന്ന് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടുകയില്ല, ഉയർത്തപ്പെടുകയില്ല നിങ്ങളുടെ ദുആ. കാരണം നിങ്ങൾ ബന്ധം സ്ഥാപിക്കാത്തവരാണ്. കുടുംബ ബന്ധമാണെങ്കിലും സുഹൃത്ത് ബന്ധമാണെങ്കിലും അവിടെ പിരിഞ്ഞു നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക. റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണിത്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ദിക്റുകൾ ചൊല്ലുക, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നകൾ ചൊല്ലുക. ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പും ശേഷവും റബ്ബ് സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്നകളിലെ പ്രധാനപ്പെട്ട ദുആക്ക് ഉത്തരം കിട്ടുന്ന ഇസ്മുകൾ ഒരുപാടുമുണ്ട്. അതെല്ലാം ചൊല്ലുക. മുത്തുനബിയുടെ പേരിൽ സലാത്തുകൾ ചൊല്ലുക. എന്നിട്ട് ദുആ ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ ദുആക്ക് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ സമയത്ത് ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നിങ്ങൾക്കതിന് നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ ദുആ ചെയ്യൽ ഒരിക്കലും നിർത്തുകയും ചെയ്യരുത്. ദുആ ചെയ്യുക തന്നെ ചെയ്യുക. ക്ഷമയോടെ അല്ലാഹുവിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കാത്തിരിക്കുക. നിങ്ങളുടെ ദുആക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അഥവാ ഇനി ഈ ലോകത്ത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം പരലോകത്ത് ലഭിക്കുക തന്നെ ചെയ്യും. ദുആകൾ സ്വീകരിക്കപ്പെടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്, ഒരുപാട് ദിവസങ്ങളുണ്ട്. തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹിയുടെ മുന്നെയായിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് നല്ല നല്ല സമയങ്ങളുണ്ട്. 5 വക്ത് നിസ്കാര ശേഷവും ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കപ്പെടും. അതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് പഠിച്ച് ദുആ ചെയ്യുക. ദുആ ചെയ്യാൻ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന സമയവും ദിവസവും തിരഞ്ഞെടുത്ത് ദുആ ചെയ്യുക. അതുപോലെ വെള്ളിയാഴ്ച രാവുകളിലെ ദുആ, വെള്ളിയാഴ്ച ജുമുഅക്ക് മുന്നേയുള്ള ദുആ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ദുആക്കായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. ദുആ എന്നുള്ളത് അല്ലാഹുമായുള്ള ഒരു ആത്മബന്ധമാണ്. അത് നിങ്ങളുടെ ദുആ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് ദുആ ചെയ്തത് ആ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും ദുആ ചെയ്യൽ നിർത്തരുത്. നിങ്ങൾ അല്ലാഹുമായുള്ള ആ ബന്ധം അടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗമാണ് ദുആ ചെയ്യുക എന്നുള്ളത്. ഓർക്കുക, നമ്മുടെ ദുആ എന്നുള്ളത് അല്ലാഹുവിനോടുള്ള യാചനയാണ്. ഇത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല തട്ടിക്കളയുകയില്ല. നമ്മുടെ ദുആക്ക് എന്തെങ്കിലും ഒരു ദിവസം അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ നേരത്ത് അത് അല്ലാഹു സുബ്ഹാനഹു തആലക്കറിയാം. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു തആല അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും. നമ്മുടെ ദുആകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ദൃഢമായ വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. നിരാശയോടെ ഒരിക്കലും നിങ്ങൾ ദുആ ചെയ്യരുത്. അതുപോലെ സംശയത്തോടെയും ഇത് സ്വീകരിക്കുമോ, അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ദുആക്ക് ഉത്തരം നൽകുമോ എന്നുള്ള സംശയമോ നിരാശയമോ നിങ്ങളുടെ ദുആകളിൽ ഉണ്ടാകരുത്. പൂർണ്ണമായ ദൃഢവിശ്വാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇത് കേൾക്കുന്നുണ്ട്, എൻ്റെ ദുആ അതിൻ്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സഫലീകരിച്ച് തരും എന്ന വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ പകുതി വിജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായ വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, തീർച്ചയായും ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഹൈറായതിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഹൈറായ സമയത്ത് നമുക്ക് നൽകും. ഒരു പക്ഷേ നമുക്ക് അത് ഹൈറുണ്ടായിരിക്കില്ല. നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമുക്ക് അപ്പോൾ ഹൈറുണ്ടായിരിക്കില്ല. അതുകൊണ്ട് അതിനെ തടഞ്ഞു വെക്കുകയും ചെയ്യും.
കാരണം നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ അറിയുന്നത് റബ്ബ് സുബ്ഹാനഹു തആലയാണ്. നമ്മുടെ ദുആകൾ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ മഹാന്മാർ പറഞ്ഞു തന്ന 3 അടയാളങ്ങളുണ്ട്. അവ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. ഒരാൾ ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥത കൊണ്ട് അയാൾ അറിയാതെ നെഞ്ഞു പൊട്ടി കരഞ്ഞു പോകുക. ഇങ്ങനെ ഒരു സംഭവിച്ചാൽ ഇത് ഒരിക്കലും ഉണ്ടാക്കി കരയുന്നതല്ല. ആത്മാർത്ഥതയോട് കൂടി ദുആ ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ നെഞ്ഞു പൊട്ടി കരയുന്ന ഒരു സന്ദർഭമുണ്ടായാൽ അയാളുടെ ദുആ സ്വീകരിച്ചു എന്നതിനുള്ള ഒരു അടയാളമാണ്. മറ്റൊരു ലക്ഷണമാണ് ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ ഹൃദയം പിടക്കുക. അള്ളാഹുവിനോടുള്ള ആ ഭയഭക്തിയാൽ ഹൃദയം പിടക്കുന്നൊരു അവസ്ഥ ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിച്ചു എന്നുള്ളതിനുള്ള അടയാളമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു അടയാളമാണ് ദുആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരമാകശകളും ഒരു ഉന്മേഷം ഉണ്ടാവുക, മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുക. അതുപോലെ നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു ലോലത അനുഭവപ്പെടുക. ഇതൊക്കെ ദുആ സ്വീകരിച്ചതിനുള്ള അടയാളങ്ങളാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ ഒരു മനസ്സിനൊരു സംതൃപ്തിയും അതുപോലെ നമ്മുടെ ടെൻഷനൊക്കെ കുറഞ്ഞു പോയതുപോലെയും ഒരു ഹൃദയഭാരം ഇറക്കി വെച്ചതുപോലെയും ഒരു തോന്നലുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഹൈറായ രീതിയിൽ നടത്തി തരുമാറാകട്ടെ. നമ്മുടെ ദുആകളെല്ലാം പെട്ടെന്ന് സ്വീകരിച്ച് അതിന് ഏറ്റവും ഹൈറായ രീതിയിലുള്ള ഉത്തരം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.